അട്ടപ്പാടി ബോഡിചാള വനമേഖലയിൽ വ്യാപക കാട്ടുതീ. ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും തീ പടരുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കി. മനഃപൂർവ്വം കത്തിച്ചതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം വനംവകുപ്പിന്റെ കൺട്രോൾഡ് ഫയറാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ആദിവാസികൾ അടക്കമുള്ളവരുടെ കൃഷിയിടങ്ങളിലേക്ക് തീ പടർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അട്ടപ്പാടിയിൽ പല ഭാഗങ്ങളിലും കാട്ടുതീയുണ്ടായിരുന്നു. തീ കെടുത്തുവാനുള്ള സംവിധാനം ഉടൻ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അട്ടപ്പാടിയുടെ വിവിധ മലയോരങ്ങൾ കത്തി അമരുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കാട്ടുതീ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കാട്ടുതീ എന്നൊരു പ്രതിഭാസമില്ല. ഇത് മനുഷ്യ സഹജമായി ഉണ്ടാക്കുന്ന പ്രവണതയാണത്. ഇപ്പോൾ പ്രത്യേകിച്ച് അട്ടപ്പാടിയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുണ്ടെന്ന് അറിയുന്നതോടുകൂടി ജനങ്ങൾ മനഃപൂർവ്വം തീയിടുന്നതായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇതൊരിക്കലും കാട്ടുതീയല്ല. കാട്ടുതീ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനൊരു പ്രതിഭാസത്തിൽ ഉണ്ടാകുന്നതല്ല. മറിച്ച് ഇത് മനഃപൂർവ്വം ആരോ കൃത്രിമമായി വളരെ ബോധപൂർവം ചെയ്യുന്ന പ്രവണതയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. തീർച്ചയായും ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് വനം വകുപ്പ് പറയുന്നത് അവരുടെ കൺട്രോൾഡ് ഫയർ എന്നാണ് പറയുന്നത്. അവർ കൺട്രോൾഡ് ഫയർ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. കൺട്രോൾഡ് ഫയർ ആണെങ്കിൽ അവർ ആ പ്രത്യേകിച്ച് ഫോറസ്റ്റ് മേഖലകളെല്ലാം വേർതിരിച്ച് അവർ വനത്തിലേക്ക് വനാന്തരങ്ങളിലേക്ക് തീ കയറാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം കരുതിയതിന് ശേഷമേ കൺട്രോൾഡ് ഫയർ വരാറുള്ളൂ. അവർ വെച്ച് സാധാരണ നമ്മൾ ചുരം റോഡുകളൊക്കെ കാണാറുണ്ട്. അത് അവിടെയാണ് ഒരു കൺട്രോൾഡ് ഫയർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് കരിയിലകളെല്ലാം കൂട്ടിയിട്ട് തീ അങ്ങോട്ട് ആളി പടരാതിരിക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്തതിന് ശേഷമാണ് കൺട്രോൾഡ് ഫയർ സാധാരണ കാണുന്നത്. ഇത് കൺട്രോൾഡ് ഫയർ ഒന്നുമല്ല. ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണ്. ഇത് വനങ്ങൾ മുഴുവൻ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.